ജസ്റ്റ് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടുള്ള ഒരു പൊട്ടി പെണ്ണിന്റെയും സ്ഥിരമായി ഫേസ്ബുക്കിലുള്ള ക്രിഞ്ച് പൈങ്കിളി ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനെയും ബേസ് ചെയ്തിട്ടുള്ള കഥയാണ് പൈങ്കിളി. ആവേശത്തിലൂടെ മലയാളികളുടെ പ്രിയങ്കരനായ അംബാനായി മാറിയ സജിൻ ഗോപുവും അനശ്വര രാജനുമാണ് ഈ രണ്ട് ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യുന്നത്. സജിൻ ഗോപു അംബാനിൽ നിന്ന് ഭീകരമായിട്ടുള്ള ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ടാണ് ഇതിനകത്ത് സുജിത് കുമാർ ആയിട്ട് വന്നിട്ടുള്ളത്. ഇവരെ കൂടാതെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് ചന്തു സലീം കുമാർ, റോഷൻ ഷാനവാസ്, പിന്നെ ജിസ്മ വിമൽ, അബു സലീം, റിയാസ് ഖാൻ, അങ്ങനെ തുടങ്ങി ആൾക്കാർ ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. എന്നിരുന്നാലും കുറച്ച് പുതുമുഖങ്ങൾ ഈ പടത്തിനകത്ത് ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് കൊണ്ടുവരുന്നുണ്ട്. രോമാഞ്ചം, ആവേശം എന്നീ സിനിമകൾക്ക് ശേഷം റൈറ്റർ ഡയറക്ടർ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ സിനിമയാണ്. ശ്രീജിത്ത് ബാബു ആണ് ഇതിന്റെ ഡയറക്ടർ. ശ്രീജിത്ത് ബാബുവിന് നമുക്ക് കണ്ടു നല്ല പരിചയമുണ്ട്. ദിലീഷ് പോത്തന്റെ മഹേഷിന്റെ പ്രതികാരം എന്നുള്ള സിനിമയിലെ ചെരുപ്പ് കടക്കാരൻ, ലൂണാർ, 8ന്റെ ലൂണാർ എന്ന് പറയുന്ന അതേ ആള് തന്നെ നമ്മുടെ ജിത്തു മാധവൻ ഡയറക്ട് ചെയ്ത ആവേശം സിനിമയിലെ ആ പിള്ളേരുടെ ഹോസ്റ്റൽ വാർഡനായിട്ട് വരുന്നുണ്ട്, കോളേജിലെ ക്ലർക്കായിട്ടുള്ള ആ ക്യാരക്ടർ. ഫഹദ് ഫാസിലാണ് പ്രൊഡ്യൂസർ, ജിത്തു മാധവൻ റൈറ്റ്, ശ്രീജിത്ത് ബാബു ഡയറക്ഷൻ, മ്യൂസിക് ചെയ്തിരിക്കുന്ന ജസ്റ്റിൻ വർഗീസ്. അത്യാവശ്യം ഗംഭീരമായിട്ടുള്ള ടെക്നിക്കൽ സപ്പോർട്ട് തന്നെയാണ് ഈ പടത്തിനുള്ളത്. ഇതിന്റെ വിതരണം ഏറ്റെടുത്തിരിക്കുന്നത് ഭാവന സ്റ്റുഡിയോസ് കൂടെയാണ്. ഭാവന സ്റ്റുഡിയോസിന്റെ മിക്ക പടവും എഡിറ്റ് ചെയ്തിട്ടുള്ള കിരൺ ദാസ്, അദ്ദേഹമാണ് ഇതിന്റെ എഡിറ്റർ ആയിട്ട് വന്നിട്ടുള്ളത്. പടത്തിന്റെ പ്രധാനപ്പെട്ട പോസിറ്റീവ്സ് എന്ന് പറയുന്നത് തന്നെ പെർഫോമൻസുകളാണ്. സജിൻ ഗോപു, അനശ്വര രാജൻ, ജിസ്മ, ചന്തു ബെറ്റർ പെർഫോമൻസ്, ലൈക്ക് അതേപോലെ തന്നെ റോഷൻ ഷാനവാസ്. പടത്തിന്റെ പ്രധാനപ്പെട്ട പോസിറ്റീവ്സ് എന്ന് പറയുന്നത് പെർഫോമൻസ് തന്നെയാണ്. സജിൻ ഗോപു, അനശ്വര രാജൻ, റോഷൻ ഷാനവാസ്, ചന്തു, വിമൽ, ഇവരെല്ലാവരും നല്ല രീതിയിലുള്ള പെർഫോമൻസുകളാണ് ഈ പടത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഒരു റൊമാൻറ്റിക് കോമഡി എന്ന് നമുക്ക് തന്നെ ജോണറിൽ പറയാമെങ്കിൽ പോലും ആക്ച്വലി ഇതൊരു മൈൻഡ്ലെസ് കോമഡിയാണ്. നമുക്ക് ലോജിക്കലി പരിപാടികളൊന്നും ചിന്തിക്കരുത്. തലച്ചോറിളക്കി വെളിയിൽ വെച്ചിട്ട് തിയേറ്ററിൽ കയറുക എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. കാരണം കുറേയൊക്കെ ഇതിനകത്ത് സ്പൂഫ് പരിപാടി പിടിക്കുന്നുണ്ട്. അതേപോലെ കുറെ ക്രിഞ്ച് കോമഡികൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഡാർക്ക് ഹ്യൂമർ കുറെ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇത് പൂർണ്ണമായും ആളുകളെ ചിരിപ്പിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ മുണ്ടും മടക്കി കുത്തി ഇറങ്ങിയിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. കുറെ നല്ല കോമഡികളുണ്ട്, കുറെ ചീറ്റിപ്പോയ കോമഡികളുണ്ട്. അതേപോലെ തുടക്കത്തിൽ നല്ല രീതിയിൽ വർക്കായ കുറെ കോമഡികൾ തന്നെ പടത്തിന്റെ മുന്നോട്ട് പോക്കിൽ വീണ്ടും അതേ കോമഡി വീണ്ടും അടിച്ച് അത് നശിപ്പിക്കുന്ന ഒരു പ്രവണത ഇവിടെ പടത്തിനകത്തുണ്ടായിരുന്നു. പടത്തിൽ പലതും പൈങ്കിളിയാണ്, പക്ഷെ പൈങ്കിളിയെ ഒരു സ്പൂഫ് വൽക്കരിച്ചുകൊണ്ട് അതിനെ കോമഡി ആക്കിക്കൊണ്ടും കളിയാക്കിക്കൊണ്ടും ഒക്കെ തന്നെയാണ് ഇതിനകത്ത് മുന്നോട്ട് പോകുന്നത്. പടത്തിന്റെ ബേബി എന്നുള്ളൊരു പ്രൊമോ സോങ് ഉണ്ടായിരുന്നു. അത് പടത്തിൽ പല സ്ഥലങ്ങളിലും ഒരു ഹൈ പോയിന്റിലൊക്കെ BGM ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് നന്നായിട്ട് വർക്ക്. അതേപോലെ തന്നെ സജിൻ ഗോപു എയറിൽ നിൽക്കുന്ന ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞ ഫെജോ പാടിയ പാട്ടും പാട്ട് പടത്തിന്റെ കൂട്ടത്തിൽ നല്ല രീതിയിൽ ജെല്ലായിട്ട് വരുന്നുണ്ട്. ജസ്റ്റിൻ വർഗീസിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പലയിടത്തില് നല്ല രീതിയിൽ വരുന്നുണ്ട്. ഇതിനകത്ത് ഒരു തമിഴ് പാട്ട് നല്ല രീതിയിൽ കോമഡി ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ കുറെ സാധനങ്ങൾ ഇതിനകത്ത് നല്ല പോസിറ്റീവ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ പല സ്ഥലങ്ങളിൽ കുറച്ച് ഡൗൺ ആയി പോകുന്ന പോലെയും റൈറ്റിംഗ് അത്ര ഇതായി വന്നില്ല എന്നുള്ള പോലെയൊക്കെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. സജിൻ ഗോപിന്റെ ക്യാരക്ടർ കുറച്ച് സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കയറി പോകുമ്പോൾ വേറെ കുറെ സ്ഥലങ്ങളിൽ ഇദ്ദേഹത്തിന്റെ ഇച്ചിരി ഒരു ഓവർ ആക്ടിങ് ഇല്ലേ എന്നൊരു തോന്നലുണ്ട്. ഇതിന്റെ പല പോസ്റ്ററുകളും കണ്ടു, കുറച്ച് ഓവർ ആയാലേ ആൾക്കാർ ശ്രദ്ധിക്കൂ എന്നൊക്കെ പറയുന്നത്, അങ്ങനെ രീതിയിലുള്ള ഒരു പോസ്റ്റർ ഉണ്ട്. ലൈക്ക് ഇത് വളരെ ബോധപൂർവം ചെയ്തിരിക്കുന്ന കാര്യം തന്നെയാണ്. കുറച്ച് ഓവറായിട്ട് തന്നെയാണ് ഇതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സും ബിഹേവ് ചെയ്യുന്നത്. കുറച്ച് എക്സെൻട്രിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും കുറച്ച് എക്സെൻട്രിക് ആയിട്ടുള്ള ആക്ടിങ് പരിപാടികളും തന്നെയാണ് പടത്തിനകത്ത് പിടിച്ചിരിക്കുന്നത്. ആ ഒരു മീറ്റർ പിടിച്ച് തന്നെയാണ് പോകുന്നത്. പക്ഷേ അത് ഈ ഓവർ ആക്കിയത് കുറച്ച് ഓവറായില്ലേ എന്നുള്ളൊരു ചോദ്യത്തിൽ മാത്രമേ എനിക്ക് സംശയമുള്ളൂ. ഓവറോൾ നോക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ചിരിക്കാനും നല്ല എൻജോയ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പടത്തിനകത്ത്. പക്ഷേ കുറച്ചധികം സ്ഥലങ്ങളിൽ നമുക്ക് കുറച്ച് ഓവർ ദ ടോപ്പ് ലൗഡായിട്ട് അല്ലെങ്കിൽ ഇച്ചിരി ക്രിഞ്ചായിട്ടൊക്കെ പോകുന്നില്ലേ എന്നുള്ളൊരു തോന്നലുണ്ടായി. നമ്മൾ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് നിൽക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഹാഫിൽ പ്രത്യേകിച്ച് സംഗതികളൊന്നും നടക്കുന്നില്ല. അതിനകത്തൊരു വലിയ കോൺഫ്ലിക്റ്റ് എറൈസ് ആവുന്നില്ല എന്നുള്ളൊരു തോന്നലും എനിക്കുണ്ടായി. സെക്കൻഡ് ഹാഫിലാണ് ശരിക്കും കുറച്ച് കൂടുതൽ ലെങ്തി ആയിട്ട് തോന്നുന്നുണ്ട്. എന്നിരുന്നാലും കഥ കൂടുതലും നടക്കുന്നത് സെക്കൻഡ് ഹാഫിലും കൂടെയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരിച്ചിരി മൊത്തത്തിലൊരു ലെങ്ത് കൂടുതലായിട്ട് തോന്നിക്കുന്നില്ലേ എന്നുള്ളൊരു തോന്നലും എനിക്കുണ്ടായി. മേ ബി ഞാൻ ഈ അടുത്തായിട്ട് കുറച്ച് കൂടുതൽ എക്സ്പെക്ടേഷൻസ് വെക്കുന്ന മൂവികളിലാണോ എനിക്കിത് സംഭവിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്ത അളവിന് എനിക്കൊരു എൻജോയ്മെന്റ് പടത്തിനകത്ത് കിട്ടിയില്ല. ലൈക്ക് ഇറ്റ്സ് ഗുഡ്, പക്ഷെ പൂർണ്ണമായും നമുക്കൊരു ഫുൾ സാറ്റിസ്ഫാക്ഷൻ ഈ പടത്തിൽ നിന്ന് കിട്ടിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ പടം തിയേറ്ററിൽ കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ബൈ.